റാപ്പർ വേടനെതിരെ കൂടുതൽ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വരുന്നു. 2 യുവതികളാണ് മുഖ്യമന്ത്രിക്ക് പുതിയതായി പരാതി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ 2 വാർത്തകൾക്കൊപ്പം തന്നെ ഇന്ന് പകൽ കേട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് റാപ്പർ വേടനെതിരായ പരാതിയാണ്. കൂടുതൽ യുവതികളാണ് വേടനെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിക്ക് നിലവിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാനും സമയം തേടിയിട്ടുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ, ആ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. പുതിയ 2 പീഡന പരാതി കൂടി ഉയർന്നു വരുന്നത്. നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണമൊക്കെ ഉയർന്നു വന്നപ്പോൾ അതൊരു വെറുമൊരു ആരോപണമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ, മാത്രമല്ല ഈ യുവ ഡോക്ടർ തന്നെ പീഡിപ്പിച്ചുവെന്ന് പരാതി നൽകിയപ്പോൾ ആ വിഷയത്തിൽ ആ ഡോക്ടറെ, ആ യുവതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഹർജിയായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വേടൻ സമർപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ പുതിയതായി ഉയർന്നു വന്ന 2 പരാതികൾ, ഈ 2 യുവതികളും എന്താണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, തുടരെയാണ് വേടൻ ഇങ്ങനെ വിവാദത്തിൽപ്പെടുകയും പീഡന പരാതികളൊക്കെ വരികയും ചെയ്തത്. ഇതോടുകൂടി 3ാമത്തെ പീഡന പരാതിയാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത്. ആദ്യം നമുക്കറിയാം, യുവ ഡോക്ടർ ഉന്നയിച്ച പരാതി. അതിലിവർ കൃത്യമായിട്ട് ചില തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ്. എവിടെയാണെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല. വേടനെ വേണ്ടിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ, ജാമ്യം ലഭിച്ചാൽ ചിലപ്പോൾ ഇവർ പുറത്തേക്ക് വരാനായിരിക്കും വേടന്റെ തീരുമാനം. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമ്പോഴാണ് വീണ്ടും 2 പരാതികൾ ഉയർന്നിരിക്കുന്നത്. ഇതിൽ പരാതിയുടെ കാലഘട്ടം ഒന്ന് പരിശോധിച്ചാൽ 2020-21 കാലഘട്ടങ്ങളിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് മുൻപ് വേടനെതിരെ ഈ മീറ്റു ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത് ചില വേടനെതിരെയുമൊക്കെ മീറ്റു ആരോപണം ഉണ്ടായിരുന്നു. അതിൽ പെട്ട പെൺകുട്ടികളാണ്, യുവതികൾ തന്നെയാണ് ഈ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവതികളുടെ തീരുമാനവും. എന്തായാലും പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രധാനമായി പറയുന്നത്, ഈ ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വേടനെ സമീപിച്ചതായിരുന്നു അതിലൊരു യുവതി. പിന്നീട് വേടനുമായി സൗഹൃദത്തിലാകുകയും വേടൻ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുകയും നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് പെൺകുട്ടി വേടനെ കാണാനെത്തി. ഒരു ഹോട്ടൽ മുറിയിലേക്കാണ് പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വേടൻ പെരുമാറിയെന്നും ബലാത്സംഗം ചെയ്തു എന്നാണ് ആദ്യം നൽകിയ പരാതിയിൽ യുവതി ആരോപിക്കുന്നത്. മറ്റൊന്നും ഇതേപോലെ തന്നെയാണ്. അത് ഒരു ഈ സംഗീതം ഒക്കെ ചെയ്യുന്ന, ഈ കലാപരിപാടികളിലൊക്കെ ഗാനം ആലപിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്കും സമാനമായ രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി. വേടനുമായിട്ട് വേടന്റെ പാട്ടുകളൊക്കെ വേടൻ ഈ പെൺകുട്ടിയുടെ പാട്ടുകളൊക്കെ കേൾക്കുകയും പെൺകുട്ടിയെ വേടൻ സമീപിക്കുകയും ചെയ്തു. ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ആ പെൺകുട്ടിയെ വിളിച്ച് പിന്നീട് നേരിട്ട് കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് 2ാമത്തെ പെൺകുട്ടി പറയുന്നത്. ഇവർ 2 പേരും ഇപ്പോൾ വിദേശത്ത് ഒരു ഈ സംഗീതവുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന പെൺകുട്ടികൾ കൂടിയാണ്. ഈ സമയത്ത് 2020-21 കാലഘട്ടങ്ങളിലാണ് 2 പേരും വേടൻ ബലാത്സംഗം ചെയ്തതെന്നാണ് പെൺകുട്ടികളുടെ പരാതിയിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി നൽകണമെന്ന് കൂടി പെൺകുട്ടികൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അവരെ മുഖ്യമന്ത്രി നേരിട്ട് കാണണം എന്ന ആവശ്യം കൂടിയാണ് പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. മീറ്റു ആരോപണ സമയത്തും വേടനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾ ഒരാൾ തന്നെയാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുമില്ല. വേടനെ ഇപ്പോൾ ഒളിവിലാണ്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെ, ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും അതറിയണം. വേടൻ നിലവിൽ എവിടെയാണെന്ന് അറിയണം. പോലീസിന്റെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് അറിയണം. അതോടൊപ്പം നവമി, ഈ 2 യുവതികളും ലൈംഗിക ചൂഷണത്തിനിരയായി. ഇത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നോ അതോ ലൈംഗിക അതിക്രമമായിരുന്നോ? എന്താണ് പറയുന്നത്? കാരണം ആ ഡോക്ടർ, യുവ കോട്ടയം സ്വദേശിനിയായ
യുവ ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചുവെന്നാണ്. എന്താണ് ഈ യുവതികളുടെ പരാതിയിൽ പറയുന്നത്? മാത്രമല്ല ഇത് 2 വർഷം 2020-21 കാലയളവിൽ നടന്ന സംഭവമാണ്. അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? കാരണം നേരത്തെ ഈ യുവ ഡോക്ടറുടെ പരാതിയിൽ അവർ തെളിവുകളടക്കം ഈ പരാതിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. ഈ 2020-ലും 21-ലും, അതായത് 4-5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ വേടനെതിരായി സമർപ്പിച്ച പരാതിയിൽ കൃത്യമായ തെളിവുകൾ കൂടി സമർപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ലൈംഗിക അതിക്രമ പരാതിയാണ് ഇവർ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം ഒന്നും അതിൽ സൂചിപ്പിച്ചിട്ടില്ല. ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് ഒരാൾ വേടനെ കണ്ട് സംസാരിക്കാൻ വന്നതും മറ്റേത് വേടൻ ആ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ്. ഈ 2 പരാതികളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഉള്ളത്. ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുമുണ്ട്. ആ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുണ്ടെന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. അന്ന് ഈ മീറ്റു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പെൺകുട്ടികൾ വേടനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വേടൻ അതിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയും അത് പരാതി കേസായി തന്നെ മുന്നോട്ട് പോകാത്തതിനാൽ തുടർ നടപടികളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. പെൺകുട്ടികൾ പിന്നെ അത് പരാതിയുമായി രംഗത്തെത്തിയതുമായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും യുവ ഡോക്ടർ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഈ യുവതികൾ കൂടി വേടനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് അവരുടെ കയ്യിൽ തക്കതായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ വാട്സപ്പ് ചാറ്റുകൾ, അന്ന് ഏത് ഹോട്ടലിലേക്കാണ് എത്തിയത്, ഇതടക്കമുള്ള കാര്യങ്ങളുടെ വിശദ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് ഈ 2 യുവതികളും പറയുന്നത്. പക്ഷേ ഈ യുവ ഡോക്ടറുടെ ആരോപണം വന്നതിന് പിന്നാലെ നമ്മൾ വേടനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വേടൻ പറഞ്ഞത് ഇത് തനിക്കെതിരായിട്ട് ഒരു സംഘം ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അത് കുറച്ച് നാളുകളായി തന്നെ അവർ ഇത്തരത്തിൽ പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണ്. ഈ യുവ ഡോക്ടറുടെ പരാതിയുമായി ബന്ധപ്പെട്ട് തനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഇനിയും തനിക്കെതിരെ പീഡന പരാതികൾ ഉയർന്നേക്കുമെന്ന് അന്ന് തന്നെ വേടൻ പറയുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. 2 യുവതികൾ കൂടി വീണ്ടും പരാതിയുമായി രംഗത്തെത്തി. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ വേടന് പറയാനുള്ളത്? ഇത് ഏതെങ്കിലും തരത്തിൽ വേടനെതിരായിട്ടുള്ള ഗൂഢാലോചനയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ പോലും വേടൻ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയാണ്, ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില ആളുകളുടെ ആസൂത്രമുണ്ട്, അവരുടെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടികൾ രംഗത്ത് വരുന്നതെന്ന് വേടൻ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിരവാദം മുഴക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കൂടുതൽ പരാതികൾ വേടനെതിരെ രംഗത്ത് വരുന്നുണ്ട്. നവമിയും വേടൻ ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച സൂചനയുണ്ടോ? പോലീസിന്റെ നീക്കം എന്താണ്? പ്രത്യേകിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യാപേക്ഷ. അത് തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമായിരിക്കും. പക്ഷേ വേടൻ രാജ്യം വിടാനുള്ള സാധ്യതയുണ്ടോ? അത്തരമൊരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ബോൾഗാട്ടിയിൽ വേടന്റെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു, ഒരു സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് അവിടെ വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്ന് ആ പരിപാടി സംഘാടകർ ക്യാൻസലാക്കുന്ന സാഹചര്യം. പിന്നീട് ഒരു ദിവസം നടത്താമെന്നൊക്കെ അറിയിച്ചിരുന്നു. വേടൻ ഇപ്പോൾ എവിടെയാണെന്നതിൽ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. തൃശ്ശൂരിലെ വീട്ടിലൊക്കെ പോലീസ് പരിശോധന നടത്തി. വേടന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കുടുംബം ആദ്യം മാധ്യമങ്ങളെ കണ്ട് ഇതിൽ ചില വിശദീകരണം നൽകണമെന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് നിയമപരമായി മുന്നോട്ട് പോകുന്നതിനാൽ ഇപ്പോൾ അത് സംസാരിക്കാൻ അവർക്ക് ചില തടസ്സങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വേടൻ എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. വേടനുമായി ബന്ധപ്പെടുന്ന ആളുകളിലേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. വേടൻ എന്തായാലും കേരളം വിടാൻ ഇന്ത്യക്കകത്ത് തന്നെ ആയിരിക്കും, ഇന്ത്യ വിടാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ആകും എന്നൊരു സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. ഇന്നെന്തായാലും മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി കൂടി പരിഗണിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാം എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ ഈ യുവ ഡോക്ടറുടെ കുടുംബം യുവ ഡോക്ടർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഈ വേടനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്ന പോലീസിന്റെയും സർക്കാരിന്റെ നിലപാടിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് വേടനെ അറസ്റ്റ് ചെയ്യാത്തത്, പോലീസ് സംരക്ഷിക്കുക അല്ലേ വേടനെ എന്നൊരു സംശയം കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇരയ്ക്കൊപ്പമാണ് അല്ലെങ്കിൽ അതിജീവിതകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ
ആരോപണ വിധേയരെയും സംരക്ഷിക്കുന്ന ഒരു നടപടികളിലേക്ക് കടക്കുന്ന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവും ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് ഹർജി പരിഗണിച്ച ശേഷം ഹർജി കോടതിയുടെ വിധി എന്താകുമോ അതറിഞ്ഞതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. റാപ്പർ വേടനെതിരെ കൂടുതൽ യുവതികളാണ് പരാതിയുമായി, ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചേക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യുവ ഡോക്ടറെ ലൈംഗികമായി ചൂഷണം ചെയ്തുവന്ന പരാതിയിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുമുണ്ട്.